മതത്തിന്റെ പേരിൽ കശ്മീരിൽ ഇസ്ലാമിക തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട ബലിദാനികൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഹിന്ദു ഐക്യവേദി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സംഗമം ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു, വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. മതം ചോദിച്ച് ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് കൂട്ടക്കുരുതി നടത്തിയ ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സംഗമം ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. തീവ്രവാദികൾക്ക് ഒരേ ഒരു മുഖം മാത്രമാണുള്ളത്, അത് ഇസ്ലാമാണെന്ന് ശശികല ടീച്ചർ പ്രതികരിച്ചു. ഒരു തരി പോലും അവശേഷിക്കാതെ, അതിൻ്റെ ഒരു നാമ്പ് പോലും ഇവിടെ ഇനിയും കിളിർത്തു വരാത്ത വിധത്തിൽ അതിശക്തമായ നടപടികളിലൂടെ ഇത് അവസാനത്തേതായിക്കൊണ്ട് ഇതിനെ അമർച്ച ചെയ്യണം എന്ന ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ ഈ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. തീർച്ചയായും ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും അതിന് കാതോർത്തിരിക്കുകയാണ്. എവിടെ നിന്നാണോ ഇതിന് പിന്തുണ കിട്ടുന്നത് അവിടെ നിന്നടക്കം അത്തരം പിന്തുണകളെ ഇല്ലാതാക്കിക്കൊണ്ട്, ഭീകരവാദികളെ ഇല്ലാതാക്കിക്കൊണ്ട്, ഭീകരവാദ മനസ്സുകൾ ഇല്ലാതാക്കിക്കൊണ്ട് ഈ ഭാരതത്തിന് ശാന്തിയും സമാധാനവും നേടാൻ സാധിക്കട്ടെ. രാജ്യത്തിന്റെ അഖണ്ഡതയെ നശിപ്പിക്കാൻ ശ്രമിച്ച തീവ്രവാദികൾക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു പറഞ്ഞു. കോടിക്കണക്കിന് ജനങ്ങൾ ഈ മണ്ണിൽ ശ്വാസമുയർക്കുന്ന കാലത്തോളം ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരശക്തികൾക്കെതിരെ അവസാനത്തെ തുള്ളി രക്തം വരെ പോരാടും. അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവർ കോടിക്കണക്കിന് ജനങ്ങൾ ഈ നാട്ടിലുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കൊടും ക്രൂരതയ്ക്കെതിരെ ഈ നാട്ടിലെ ജനങ്ങളുടെ മനസാക്ഷി ഉണരണം. സാംസ്കാരിക നായകർ പ്രതികരിക്കണം. മതത്തിന്, തീവ്രവാദത്തിന് മതമുണ്ട്. മതതീവ്രവാദമാണ് കാശ്മീരിലുണ്ടായത്. തീവ്രവാദത്തിന്റെ മതം ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെതിരെ പ്രതികരിക്കാൻ രാഷ്ട്രീയ വ്യത്യാസം മറന്ന് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ചില രാഷ്ട്രീയക്കാരുണ്ട്. അവരുടെ കാപട്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരക്കാർക്കെതിരായിട്ടുള്ള ജനരോഷം കൂടി ഉയർന്നു വരണം. കാശ്മീരിൽ സമാധാനം പുലരുന്നതിൽ അസ്വസ്ഥരായ പാകിസ്ഥാന്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടത്തിയതെന്ന് മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരനും ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരിയും പറഞ്ഞു. ഭാരതത്തെ തച്ച് താർക്കുക എന്നുള്ള ഒറ്റ ഗൂഢ ഉദ്ദേശത്തോടു കൂടി മാത്രം നടത്തുന്ന അക്രമ പ്രവർത്തനമാണ്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാവിധ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ഈ ഇസ്ലാമിക തീവ്രവാദ ശക്തികളെ ഒറ്റപ്പെടുത്താൻ, ഭാരതത്തെ രക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായി രംഗത്തിറങ്ങാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ദേശസ്നേഹികളും തയ്യാറാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആ കൊല്ലപ്പെട്ട സഹോദരങ്ങളുടെ ആ ദീപ്ത സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ആ കുടുംബത്തോടൊപ്പം ഈ നാട്ടിലെ ജനങ്ങളൊപ്പമുണ്ട് എന്ന് പ്രഖ്യാപിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. തീർച്ചയായും ജനസമൂഹം ഒന്നാകെ രംഗത്ത് വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ തീവ്രവാദത്തിനെതിരെ നമുക്ക് അണിചേരാം, പ്രതിജ്ഞയെടുക്കാം. നമ്മൾ കൊട്ടിഘോഷിക്കുന്ന മതേതരത്വത്തിന്റെ നെഞ്ചിലാണ് ഭീകരവാദികൾ വെടിവെച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എല്ലാത്തിനും ഹിന്ദുവിനെയാണ് കുറ്റം പറഞ്ഞു വരുന്നത്. ഹിന്ദു ഫാഷിസം എന്നാണ്, ഹിന്ദുവിന്റെ അസഹിഷ്ണുത എന്നാണ് ഇവിടെ പുരപ്പുറത്ത് കയറി പ്രസംഗം നടത്തുന്നത്. പക്ഷേ തീർത്തും ഏകപക്ഷീയമായി നിരപരാധികളായ ആളുകളെ, നിരായുധരായ ആളുകളെ ഈ നിലയിൽ വെടിവെച്ചു കൊന്നു എന്നതിന് എന്തു പ്രതിഷേധമാണ് നമ്മുടെ ഈ കേരളത്തിലൊക്കെ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. മറ്റെന്തെങ്കിലും ഒരു സംഭവമായിരുന്നുവെങ്കിൽ, ആർക്കെങ്കിലും എതിരായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടാവുമായിരുന്നെങ്കിൽ കേരളം കത്തും. കേരളത്തിൽ പ്രതിഷേധ തിരമാലകൾ ആഞ്ഞടിക്കും. കഴിഞ്ഞ ദിവസമാണ് കാശ്മീരിലെ പൽഹാബിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണമുണ്ടായത്. വിനോദസഞ്ചാരികളുടെ സമീപത്തെത്തിയ തീവ്രവാദികൾ മതം ചോദിച്ച് ഹിന്ദുവാണെന്ന് ഉറപ്പാക്കിയ ശേഷം കൂട്ടക്കുരുതി നടത്തുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.